ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് ഈ രണ്ട് ഹെമിസ്ഫിയറുകളെ കുറിച്ച് നടത്തിയ പഠനം, ഈ രണ്ട് ഹെമിസ്ഫിയറുകൾക്കിടയിലുള്ള കോർപ്പസ് കൊളാസം കട്ട് ചെയ്തുകൊണ്ടൊക്കെ പഠനം നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഈ രണ്ട് ഹെമിസ്ഫിയറിൻ്റെ ഇടയിലുള്ള ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് രണ്ടിനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയും എന്ന് നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് നടത്തിയ പഠനം എന്തൊക്കെയാണെന്ന് നമുക്ക്. അപ്പോൾ ഇതിൽ മയേഴ്സും സ്പെർറിയും പാടെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് എക്സ്പെരിമെൻറ്റ് പൂച്ചകളെ വെച്ചുകൊണ്ട് ചെയ്തു. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവർ ആദ്യമായിക്കൊണ്ട് 4 കാറ്റഗറിയിലുള്ള പൂച്ചകളെ എടുത്തു. ഒന്നാമത്തെ കാറ്റഗറി പൂച്ചകളുടെ കോർപ്പസ് കൊളാസം മാത്രം എന്ത് ചെയ്തു? കട്ട് ചെയ്തു. രണ്ടാമത്തെ കാറ്റഗറി പൂച്ചകളുടെ ഒപ്റ്റിക് ചേസം എന്ന് പറയുന്ന ഭാഗം കട്ട് ചെയ്തു. മൂന്നാമത്തെ കാറ്റഗറി പൂച്ചകളുടെ കോർപ്പസ് കൊളാസും കട്ട് ചെയ്തു, അതുപോലെ ഒപ്റ്റിക് ചേസം എന്ന ഭാഗവും, 2 ഭാഗവും കട്ട് ചെയ്തു. നാലാമത്തെ ഒരു വിഭാഗം പൂച്ചകൾ എന്ന് പറഞ്ഞാൽ അവർക്കൊരു കുഴപ്പമില്ല, അവരുടെ തലച്ചോറ് കൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല, ഒരു ഭാഗവും കട്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെ 4 സ്റ്റെപ്പ് പൂച്ചകളെ വെച്ചുകൊണ്ട് ഒരു പരീക്ഷണം ചെയ്തു. ആദ്യമായിട്ട് എല്ലാ പൂച്ചകളുടെയും ഒരു കണ്ണ് കെട്ടിക്കൊണ്ട് മൂടിക്കൊണ്ട് ഒരു ലിവർ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ അവരൊക്കെ വിജയകരമായി കൊണ്ട് തന്നെ ആ ഒരു പരീക്ഷണം പൂർത്തിയാക്കുന്നത് കാണാൻ കഴിഞ്ഞു. ഇതാണ് ഒന്നാമത്തെ സെറ്റ്. എന്നാൽ രണ്ടാമതായിക്കൊണ്ട് അവരുടെ നേരത്തെ മറച്ച കണ്ണ് അല്ലാത്തൊരു കണ്ണ്, ഇപ്പം നേരത്തെ ഇടത് കണ്ണാണ് മറച്ചത്, അപ്പോൾ പിന്നീട് വലത് കണ്ണ് മറച്ചുകൊണ്ട് അവരെ കൊണ്ട് ആ പ്രവൃത്തി ഒന്നുകൂടെ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇതിൽ കോർപ്പസ് കൊളാസവും അതുപോലെ ഒപ്റ്റിക് ചേസവും രണ്ടും കട്ട് ചെയ്ത ആ പൂച്ച മുമ്പ് ചെയ്തതൊന്നും ഓർമ്മയില്ല, ആദ്യമായിട്ട് ആ പ്രവർത്തനം ചെയ്യുന്നത് പോലെ അനുഭവപ്പെട്ടു. എന്നാൽ ബാക്കിയുള്ള പൂച്ചകൾക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, അവർ നേരത്തെ ചെയ്ത അതേ പ്രവർത്തനം ഇപ്പോൾ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായത്, ഈ കോർപ്പസ് കൊളാസവും അതുപോലെ ഒപ്റ്റിക് ചേസവും കട്ട് ചെയ്ത സമയത്ത് ആ 2 ഹെമിസ്ഫിയറും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിന്നത്, നേരത്തെ ചെയ്തത് അവർക്ക് ഓർമ്മയില്ല എന്ന കണ്ടെത്തലിലേക്ക് എത്തുകയുണ്ടായി. അപ്പോൾ ഇതിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയത് കോർപ്പസ് കൊളാസമാണ് നമ്മുടെ ഒരു ബ്രെയിനിൻ്റെ ഒരു ഹെമിസ്ഫിയറിൽ നിന്ന് മറ്റൊരു ഹെമിസ്ഫിയറിലേക്ക് ഇൻഫർമേഷൻസിനെ പാസ് ചെയ്യുന്നത്. അതുപോലെ ആ ഭാഗം കട്ടായി കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ് ഓരോ ഭാഗവും സ്വതന്ത്രമായിട്ട് നിൽക്കുന്നതാണ്. ഈ കാര്യങ്ങൾ അദ്ദേഹം കണ്ടെത്തി. ഇനി അടുത്തതായിക്കൊണ്ട് സ്പ്ലിറ്റ് ബ്രെയിൻ മനുഷ്യന്മാരിൽ നടത്തിയിട്ടുള്ള ഒരു പരീക്ഷണമാണ്. എന്താണ് സ്പ്ലിറ്റ് ബ്രെയിൻ? അപ്പോൾ കോർപ്പസ് കൊളാസം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പൂച്ചയുടെ ബിഹേവിയറിൽ മാറ്റം വരുത്തുമെന്ന് നമ്മൾ കണ്ടെത്തി. ഇനി ഇതുപോലെ മനുഷ്യന്മാരുടെ കോർപ്പസ് കൊളാസം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബിഹേവിയറിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ വോഗൽ അതുപോലെ ബോഗൻ എന്നീ 2 ശാസ്ത്രജ്ഞന്മാർ എപ്പിലെപ്സി അഥവാ അപസ്മാരം ബാധിച്ച രോഗികളിൽ അവരുടെ കോർപ്പസ് കൊളാസം കട്ട് ചെയ്തപ്പോൾ അത് അവരുടെ അസുഖത്തിന് എഫക്റ്റീവായ രീതിയിൽ ഒരു മാറ്റം വരുത്തിയതായിട്ട് അവർ കണ്ടെത്തി. അപ്പോൾ ഈ സ്പ്ലിറ്റ് ബ്രെയിൻ പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ സർജറിയിലൂടെ ഇങ്ങനെ കോർപ്പസ് കൊളാസം കട്ട് ചെയ്യപ്പെട്ട രോഗികളെയാണ് സ്പ്ലിറ്റ് ബ്രെയിൻ പീപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് രോഗികളെ നിർത്തിക്കൊണ്ട് അവരെ വെച്ചുകൊണ്ട് ഒരുപാട് പരീക്ഷണം നടത്തി. അതിൽ നിന്ന് അവർ കണ്ടെത്തിയത് 2 കാര്യങ്ങളാണ്. അതിലൊന്നാമത്തേത് നമ്മൾ നേരത്തെ പൂച്ചയിൽ നടത്തിയതുപോലെ തന്നെ സ്പ്ലിറ്റ് ബ്രെയിൻ പേഷ്യൻസിനെ അവരുടെ ഓരോ ഹെമിസ്ഫിയറുകളും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്തതായിട്ട് കാണുകയുണ്ടായി. അടുത്തതായിട്ട് ഒരു കണ്ടെത്തൽ അദ്ദേഹത്തിനുണ്ടായത്, സ്പ്ലിറ്റ് ബ്രെയിൻ പേഷ്യൻസ് എല്ലാവരും ഒരുപോലെയല്ല. ഈ 2 കാര്യമാണ് അദ്ദേഹം കണ്ടെത്തിയത്. അപ്പോൾ ഈ 2 കാര്യമാണ് എന്നിട്ട് അവർ കണ്ടെത്തിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ഈ കൺക്ലൂഷനിലെത്തിയത്? അതിനാദ്യം ഇങ്ങനെ സ്പ്ലിറ്റ് ബ്രെയിൻ പേഷ്യൻസിനെ ഒരു ഭാഗത്ത് ഇരുത്തുകയും എന്നിട്ട് അവരുടെ മുന്നിൽ ഒരു സ്ക്രീൻ വെച്ചു. അതിനുശേഷം അവരുടെ വലത് ഭാഗത്ത് ഒരു വസ്തുവിൻ്റെ പേര് എഴുതി കൊടുത്തു. അതുപോലെ അവരുടെ വലത് ഭാഗത്ത് ഒരുപാട് വസ്തുക്കൾ വെക്കുകയും ഉണ്ടായി. അങ്ങനെ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ബ്രെയിൻ ആക്റ്റീവ് ആവുകയും അങ്ങനെ അദ്ദേഹത്തിന് ആ എഴുതിയത് എന്താണ് എന്ന് വായിക്കാൻ കഴിയുകയും അതുപോലെ ആ എഴുതിയ സാധനം തന്നെ കൈകൊണ്ടെടുക്കുവാനും സാധിച്ചു എന്നതാണ് അദ്ദേഹം കണ്ടെത്തിയത്. അതേപോലെ ഇടതുഭാഗത്ത് ചെയ്തപ്പോൾ ഇടതുഭാഗത്ത് ഒരു വസ്തുവിൻ്റെ പേര് കാണിക്കുകയും അതുപോലെ ഇടതുഭാഗത്ത് കുറച്ച് സാധനങ്ങൾ വെക്കുകയും ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ റൈറ്റ് ബ്രെയിൻ ആക്റ്റീവായി. എന്നിട്ട് അദ്ദേഹത്തോട് ആ എഴുതിയിരിക്കുന്നത് എന്താണ്, അതുപോലെ ആ വസ്തു എടുക്കാൻ പറഞ്ഞപ്പോൾ ആ പേഷ്യൻസ് പറഞ്ഞത് അവരുടെ സ്ക്രീനിന് മുന്നിൽ ഒന്നും എഴുതിയിട്ടില്ല എന്നാണ്. അതുപോലെ അവർക്ക് ആ ഒരു വസ്തു കറക്റ്റായിട്ട് എടുക്കാൻ സാധിച്ചതുമില്ല. അതുപോലെ അത് മാത്രവുമല്ല, അവരുടെ ഇടതുഭാഗത്ത് ഒരു വസ്തു ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുക പോലും ചെയ്തില്ല.
അപ്പോൾ ഇതൊന്നൊരു കാര്യം മനസ്സിലായി, അവരുടെ രണ്ട് ഭാഗവും, രണ്ട് ഹെമിസ്ഫിയറുകളും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നൊരു കൺക്ലൂഷൻ അതിൽ നിന്ന് കണ്ടെത്തി. ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് ക്രോസ് ക്യൂയിങ്. അപ്പോൾ ഈ സ്പ്ലിറ്റ് ബ്രെയിൻ പേഷ്യൻസിന് അവരുടെ ന്യൂറൽ റൂട്ട് വഴി അല്ലാതെയും ഇൻഫർമേഷൻസിനെ പരസ്പരം പാസ് ചെയ്യുന്നു. അപ്പോൾ ഈ സ്പ്ലിറ്റ് ബ്രെയിൻ പേഷ്യൻസിൻ്റെ രണ്ട് ഹെമിസ്ഫിയറുകളും ന്യൂറൽ റൂട്ടുകളല്ലാത്ത എക്സ്റ്റേണൽ റൂട്ടുകളിലൂടെയും കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. ഇതിനെയാണ് ക്രോസ് ക്യൂയിങ് അല്ലെങ്കിൽ ക്യൂയിങ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷണത്തിൽ പേഷ്യൻറ്റിൻ്റെ ഇടത് ഭാഗത്ത് പച്ച നിറത്തിലുള്ള ഒരു കളർ കാണിച്ചു കൊടുക്കുകയുണ്ടായി. എന്നിട്ട് അതിൻ്റെ പേര് പറയാൻ പറഞ്ഞപ്പോൾ ഒരു പേഷ്യൻ്റ് അത് പച്ച നിറമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. എന്നാൽ മറ്റൊരു പേഷ്യൻറ്റിനെ വെച്ച് ചെയ്ത സമയത്ത് ആ പേഷ്യൻറ്റിന് അത് ഏത് കളറാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇവിടെ ഒരു പേഷ്യൻറ്റിന് അത് മനസ്സിലാക്കാനുള്ള സാധ്യത 50-50 ആണ് എന്ന് മനസ്സിലാക്കി. എന്നാൽ ഇവിടെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തിലൂടെ ഇൻഫർമേഷൻ പാസ് ചെയ്തത് അത് ന്യൂറൽ പാത്ത് വേയിലൂടെയല്ല, മറ്റ് ചില കാരണങ്ങൾ കൊണ്ടാണ് ആ ഒരു ഭാഗത്ത് നിന്ന് ഇൻഫർമേഷൻ മറ്റൊരു ഭാഗത്തേക്ക് പാസ് ചെയ്തത്. ഇപ്പോൾ മൂന്നാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സ്പ്ലിറ്റ് ബ്രെയിൻ പേഷ്യൻസിന് രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യാൻ വേണ്ടി അവരോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു ഔട്ട്പുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വളരെ എഫിഷ്യൻ്റായിട്ട് ആ കാര്യം ചെയ്യാൻ സാധിച്ചു. അതുപോലെ ചില ഹെൽത്തി ആയിട്ടുള്ള ആളുകളെക്കാൾ കൂടുതൽ നല്ല രീതിയിൽ, മെച്ചപ്പെട്ട രീതിയിൽ അവർക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു എന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സെഡ് ലെൻസിനെ കുറിച്ചാണ്. നമ്മളൊരു സ്ക്രീൻ വെച്ചു. ആ സ്ക്രീനിന് വലത് ഭാഗമുണ്ട്, അതുപോലെ ഇടത് ഭാഗമുണ്ട് അല്ലേ? അപ്പോൾ വലത് കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമ്മൾ വലത്തെ സ്ക്രീനും കാണുന്നുണ്ട്, പോരാത്തതിന് ഇടത്തെ സ്ക്രീനിൻ്റെ പകുതി ഭാഗവും കാണുന്നുണ്ട്. അതുപോലെ ഇടത് കണ്ണുകൊണ്ട് നമ്മൾ ഒരു വസ്തുവിലേക്ക് നോക്കുന്ന സമയത്ത് ഇടത്തെ സ്ക്രീനും നമുക്ക് കാണാനുണ്ട്, പോരാത്തതിന് വലത്തെ സ്ക്രീനിലെ കുറച്ച് ഭാഗവും കാണുന്നുണ്ട്. അപ്പോൾ അവർ ഇതാണ് സെഡ് ലെൻസ്, അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു കണ്ണ് കവർ ചെയ്തുകൊണ്ട് മറ്റൊരു കണ്ണിൽ സെഡ് ലെൻസ് ഘടിപ്പിച്ചുകൊണ്ട് ഒരു വസ്തുവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ഹെമിസ്ഫിയറിലേക്ക് മാത്രമേ ഇൻഫർമേഷൻസിനെ കടത്തിവിടുകയുള്ളൂ. അങ്ങനെ അത് വെച്ചുകൊണ്ട് അവർ പരീക്ഷണം നടത്തി. അപ്പോൾ സാധാരണ ഐ മൂവ്മെൻറ്റിൻ്റെ സമയത്ത് അത് ഇരു ഹെമിസ്ഫിയറുകളിലേക്കും ഇൻഫർമേഷൻസ് എത്തിയിരുന്നു. അപ്പോൾ ഈ സെഡ് ലെൻസ് ഉപയോഗിക്കുന്നത് വഴി അത് ഒരു ഹെമിസ്ഫിയറിലേക്ക് മാത്രമാക്കി ചുരുക്കാൻ സാധിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തിൽ പറയാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ബ്രെയിൻ ലാറ്ററലൈസേഷൻ. അത് എങ്ങനെ മനസ്സിലാക്കാം? മെത്തേഡ്സ് ടു സ്റ്റഡി ബ്രെയിൻ ലാറ്ററലൈസേഷൻ. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ നമ്മുടെ സ്കള്ളിൻ്റെ ഷേപ്പ് വെച്ചുകൊണ്ട് നമ്മുടെ ബിഹേവിയേഴ്സൊക്കെ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയിരുന്നു. ഇതിനെയാണ് ഫ്രെനോളജി എന്ന് പറയുന്നത്. ഇതൊരു സ്യൂഡോ സയൻസ് ആണ്. അപ്പോൾ ഈ ഫ്രെനോളജി ആയിരുന്നു ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ സ്കള്ളിനെ കുറിച്ച് അതുപോലെ അതിൻ്റെ ഷേപ്പൊക്കെ മനസ്സിലാക്കിയിട്ട് ബിഹേവിയേഴ്സിനെ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് ടെക്നിക്സുകൾ, ഒരുപാട് മെഷീൻസുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുവഴി നമ്മൾ പറഞ്ഞു നമ്മുടെ ബ്രെയിൻ്റെ ചില ഭാഗം ചില കാര്യങ്ങളിൽ കൂടുതൽ ഫങ്ഷൻസ് ചെയ്യുന്നു, കൂടുതൽ വർക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് ഒരുപാട് സാങ്കേതിക വിദ്യകളുണ്ട്. അപ്പോൾ അതിനുള്ള എന്തൊക്കെ രീതിയിൽ നമുക്ക് ബ്രെയിൻ ലാറ്ററലൈസേഷൻ കണ്ടുപിടിക്കാം എന്നാണ് നോക്കാൻ പോകുന്നത്. അതിലൊന്നാണ് യൂണിലാറ്ററൽ ലേഷൻ. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്പ്ലിറ്റ് ബ്രെയിൻ പേഷ്യൻസിനെ വെച്ചിട്ടുള്ള പരീക്ഷണം. മൂന്നാമതായിട്ടുള്ള ഒന്നാണ് സോഡിയം അമീറ്റൽ ടെസ്റ്റ്, പിന്നെ ഡൈക്കോട്ടിക് ലിസണിങ് ടെസ്റ്റ്, അവസാനമായിക്കൊണ്ട് ഫങ്ഷൻ ബ്രെയിൻ ഇമേജിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ബ്രെയിൻ ലാറ്ററലൈസേഷൻ പഠിക്കാനുള്ള, അതിനെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ യൂണിലാറ്ററലൈസേഷനെ കുറിച്ചും അതുപോലെ സ്പ്ലിറ്റ് ബ്രെയിൻ പേഷ്യൻസിനെ കുറിച്ചും നമ്മൾ ബ്രെയിൻ ലാറ്ററലൈസേഷൻ എങ്ങനെ കണ്ടെത്താം എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് സോഡിയം അമീറ്റൽ ടെസ്റ്റ്. അപ്പോൾ ഇതെങ്ങനെ കണ്ടെത്താം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് 2 ബ്ലഡ് വെസൽസ് നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്നുണ്ട്, തലയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ സോഡിയം അമീറ്റൽ എന്ന് പറയുന്ന ഈ സാധനം അത് നമ്മുടെ ഈ ഇടത്തെ ഞരമ്പിലോ അല്ലെങ്കിൽ വലത്തെ ഞരമ്പിലോ ആയിട്ട് ഇഞ്ചക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതുവഴി ആ ഇഞ്ചക്റ്റ് ചെയ്യപ്പെട്ട ഭാഗം ആ ഭാഗത്തിൻ്റെ പ്രവർത്തനത്തെ മരവിപ്പിക്കുന്നു, അതായത് ഒരു അനസ്തേഷ്യ രൂപത്തിൽ.
അപ്പോൾ കുറച്ച് സമയത്തേക്ക് ആ ഇഞ്ചക്ട് ചെയ്ത ഭാഗം പ്രവർത്തിക്കുകയില്ല. അപ്പോൾ ഇടത്ത് ഞരമ്പിലാണ് കൊടുത്തതെങ്കിൽ ഇടത്തെ ഹെമിസ്ഫിയർ അത് വർക്ക് ചെയ്യുകയില്ല. അങ്ങനെ ഈ ഇഞ്ചക്ട് ചെയ്തതിന് ശേഷം അവരെ കൊണ്ട് വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കുന്നത് വഴി കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഇതാണ് സോഡിയം അമീറ്റൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് ഡൈക്കോട്ടിക്കൽ ലിസണിങ് ടെസ്റ്റ്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് നമ്മുടെ സെലക്റ്റീവ് അറ്റൻഷൻ അതിനെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു സുഖമുള്ളൊരു നമ്മൾ കീറിമുറിക്കലോ അങ്ങനെ ഇഞ്ചക്ട് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്യേണ്ടാത്ത ഒരു സിമ്പിൾ മെത്തേഡാണ്. ആയതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡിനെ ന്യൂറോളജിസ്റ്റുകൾ ഒരുപാട് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതിൽ രണ്ട് നമ്മുടെ ഹെഡ്സെറ്റിൽ ഒരു ഭാഗത്ത് ഒരു കാര്യവും മറ്റൊരു ഭാഗത്ത് വേറൊരു കാര്യവും കേൾപ്പിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ആ കേട്ട കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഏത് ചെവിയിലൂടെ കേട്ട കാര്യമാണ് അവർക്ക് ഓർക്കാൻ കഴിയുന്നത് എന്നിങ്ങനെ പരീക്ഷണം നടത്തുന്ന ഒരു രീതിയാണ് ഇത്. ഏറ്റവും അവസാനമായിക്കൊണ്ട് ഫങ്ഷണൽ ബ്രെയിൻ ഇമേജിംഗ്. അത് ഒരാളെ കൊണ്ട് ഒരു നിശ്ചിത പ്രവർത്തനം ചെയ്യിപ്പിക്കുന്ന സമയത്ത് അവരുടെ ബ്രെയിനിൻ്റെ ഇമേജ് വെച്ചിട്ട് ഏത് ഭാഗമാണ് ആ സമയത്ത് ആക്ടിവേറ്റ് ആകുന്നത് എന്ന് കണ്ടെത്തുന്ന രൂപമാണ്. അതിന് വ്യത്യസ്ത രൂപത്തിൽ fMRI, CT സ്കാൻ, PET സ്കാൻ, EEG, MEG തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ വളരെ വിശദമായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠത്തിൽ പ്രധാനമായിട്ട് നോക്കാനുള്ളത്. ഇത്രയും കണ്ടതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ BA സൈക്കോളജി എടുക്കുന്ന നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്